ത്യാഗവും സഹനവും ക്ഷമയും സമർപ്പണവും പരമമായ വിജയതീരത്തേക്ക് അടുപ്പിക്കുമെന്നത് ഉൾക്കൊണ്ടാവണം ബലിപെരുന്നാൾ ആഘോഷിക്കേണ്ടതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മിപ്പിച്ചു. ഇബ്രാഹിം നബിയുടെ സമർപ്പണത്തിന്റെയും ഹാജറ ബീവിയുടെ സഹനത്തിന്റെയും ഇസ്മായിൽ നബിയുടെ ആത്മവീര്യത്തിന്റെയും പാഠങ്ങൾ നമുക്കുള്ളിൽ നിറയ്ക്കുകയാണ് ബലിപെരുന്നാളും ഹജ്ജും. ദേശത്തിന്റെയും ഭാഷയുടെയും വേഷത്തിന്റെയും നിറത്തിന്റെയും പേരിൽ പരസ്പരം വിഘടിച്ചു നിൽക്കേണ്ടവരല്ല, മനുഷ്യരെല്ലാം ഒന്നാണെന്ന സന്ദേശവും ഹജ്ജും പെരുന്നാളും നൽകുന്നുവെന്നും സാദിഖ് അലി തങ്ങൾ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. സഹനത്തിന്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മകളാണ് ബലിപെരുന്നാൾ ദിനം നമ്മളിൽ കൊണ്ടുവരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സമർപ്പണം, ബീവി ഹാജറയുടെ സഹനം, ഒപ്പം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആത്മവീര്യം, ഇതെല്ലാം ഒത്തുചേർന്നതാണ് വിശുദ്ധമായ ബലിപെരുന്നാൾ നമ്മൾ നൽകുന്ന ഓർമ്മകൾ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അല്ലാഹുവിൻ്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും സ്വന്തമെന്ന് കരുതുന്നതിനെ ദൈവത്തിൻ്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഭിന്നിപ്പുണ്ടാകാനും പരസ്പരം പുറംതിരിഞ്ഞു നിൽക്കാനും കേവലമായ കാരണങ്ങൾ മാത്രം ആവശ്യമുള്ള കാലത്ത് ആഘോഷവേളകൾ സൗഹൃദങ്ങൾ പുതുക്കാനും ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുമുള്ള വേദികളാക്കി മാറ്റണം. മുസ്ലിങ്ങൾക്കെതിരെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ കൊണ്ടുവരുന്ന നിയമങ്ങൾക്കും കായികമായ അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമെതിരെ വിവേകത്തോടെ സമീപിക്കണമെന്നും തങ്ങൾ ആഹ്വാനം ചെയ്തു. മുസ്ലിങ്ങൾക്കെതിരായ നീക്കങ്ങളോട് പോരടിക്കുമ്പോൾ തന്നെ വർഗീയ ചേരിതിരിവിന് ഇട നൽകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ ഓർമ്മിപ്പിച്ചു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.